ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എനിക്കൊരു ആപ്ലിക്കേഷനിൽ വെറും ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ചുകൊണ്ട് 1500 രൂപ അപ്രൂവൽ ആയതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം 1215 രൂപയാണ് ഡിസ്പേഴ്സ് ആവുന്നത്. 15 ദിവസത്തെ തിരിച്ചടവ് കാലാവധിയാണ്. ഇനി ഞാൻ സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 3000 രൂപ അപ്രൂവൽ ലഭിക്കും. ഏകദേശം ഒരു മാസത്തേക്ക് തിരിച്ചടവ് കാലാവധി വരും. ഓക്കെ, അപ്പോൾ പുതിയൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് NBFC ആണോ, സേഫ് ആണോ, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നടക്കും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. വീഡിയോ മൊത്തമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് പോക്കറ്റ് മിത്ര പേഴ്സണൽ ലോൺ ആപ്പ് എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് റിവ്യൂ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 4.6 സ്റ്റാർ റേറ്റിംഗും 500K+ ഡൗൺലോഡ്സ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ പോക്കറ്റ് മിത്ര എന്ന് പറയുന്നത്. കണ്ട ഒരു 7 ഡേ ആപ്പിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പലർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ജെന്യൂൻ ആണോ ഫേക്ക് ആണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അത് തീർക്കാം. ഏകദേശം ഇവർ 1000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ നൽകുന്നത്. 90 ദിവസം മുതൽ 365 ദിവസത്തെ തിരിച്ചടവ് കാലാവധിയാണ്. അതുപോലെ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 18 വയസ്സിന് മുകളിലുള്ള വ്യക്തി ആയിരിക്കണം, മാസം ഒരു സ്റ്റേബിൾ വരുമാനം ഉണ്ടായിരിക്കണം. പക്ഷേ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവർ ഹയർ ക്രെഡിറ്റ് ലിമിറ്റ് വേണമെങ്കിൽ മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ഒക്കെ അപ്രൂവൽ കിട്ടാനുള്ള ചാൻസസ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇവരുടെ ലെൻഡർ എന്ന് പറയുന്നത് ജയ് ഫിനാൻഷ്യൽ എന്നാണ്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. അവർ RBI അപ്രൂവ്ഡ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു സെക്ഷനിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്തപ്പം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആപ്പ് പോക്കറ്റ് മിത്ര എന്ന് പറയുന്നത് ഈ ജയ് ഫിനാൻഷ്യൽ എന്ന് പറയുന്ന ലെൻഡറുടെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വെബ്സൈറ്റിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മീൻസ് അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ ഡീപ്പായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഗൂഗിളിൽ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ RBI അപ്രൂവ്ഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിരുന്നു. അപ്പം ഗൂഗിളിലെ ഓവർവ്യൂവിലൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ആപ്ലിക്കേഷൻ RBI അപ്രൂവ്ഡ് ആണ്, ജയ് ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു ലോൺ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെയാണ് ഗൂഗിളിൽ ഡീറ്റെയിൽസ് വന്നത്. എന്നാൽ പോലും നമ്മളൊന്ന് RBIയുടെ ലിസ്റ്റിൽ, RBIയുടെ അപ്രൂവ്ഡ് NBFC ലിസ്റ്റിൽ തന്നെ ചെക്ക് ചെയ്യാന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ജയ് ഫിനാൻസ് എന്നിവിടെ ഒന്ന് സെർച്ച് ചെയ്യാണ്. ഓക്കെ, നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ലെൻഡർ RBI അപ്രൂവ്ഡ് ലിസ്റ്റിൽ, RBI അപ്രൂവ്ഡ് NBFCയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജയ് ഫിനാൻസ് എന്ന് പറയുന്ന ഈ ഒരു ലെൻഡർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആ ഒരു ലെൻഡർ ആ ഒരു ലിസ്റ്റിൽ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് ലോൺ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യേണ്ടത് കൂടെ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ്. അപ് ടു മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. അവിടെ അപ്ലൈ നൗ എന്നുള്ള ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വർക്ക് ടൈപ്പ്, നമ്മൾ സാലറിഡ് ആണെങ്കിൽ സാലറിഡ്, അല്ലെങ്കിൽ പാർട്ട് ടൈം ആണെങ്കിൽ പാർട്ട് ടൈം, സെൽഫ് എംപ്ലോയ്ഡ് ഏതാണോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ വർക്ക് ഇൻട്രസ്റ്റ്, നമ്മൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ജോലി എന്നുള്ളത് കൊടുക്കുക. മാസ വരുമാനം എത്രയാണെന്നുള്ളതൊക്കെ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് കൊടുക്കുക. നിങ്ങൾ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി അത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലാംഗ്വേജ്, ഞാനിപ്പോൾ മലയാളമാണ് കൊടുക്കുന്നത്, മലയാളം കൊടുക്കുക. അതിനുശേഷം റിലീജിയൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഹിന്ദു ആണെങ്കിൽ ഏതാണോ നിങ്ങളുടെ റിലീജിയൻ അത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ, അതുപോലെ മാരേജ് സ്റ്റാറ്റസ്, ആ കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ കംപ്ലീറ്റിനെ കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് ഡിജി ലോക്കർ എന്ന് പറയുന്ന സംഭവത്തിലേക്കായിരിക്കും പോകുന്നത്. ഡിജി ലോക്കറിൻ്റെ വേറെ സംഭവം ഡിജി ലോക്കർ എന്ന് പറഞ്ഞതിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇതെല്ലാം വായിച്ചതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ലോഡാവും. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, ഡിജി ലോക്കറിൽ നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, സൈൻ അപ്പ് ചെയ്തിട്ട് ഡിജി ലോക്കർ വഴി ലിങ്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തപ്പം എൻ്റെ ഡീറ്റെയിൽസ് വന്നു. അതിൽ ആധാർ കാർഡാണ് നമുക്ക് അവർക്ക് അലോ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് ക്ലിക്ക് ചെയ്തിട്ട് അലോ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിജി ലോക്കർ ലോഡാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആപ്ലിക്കേഷൻ ഒരു 7 ഡേ ലോൺ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് പോലെ ഉണ്ടെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ NBFC ആണ്. ഞാൻ ചെക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ KYC ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതാണ്. ഒന്ന് റീഡയറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വരും. അതിനുശേഷം ക്ലിക്ക് ടു കണ്ടിന്യൂ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ പാൻ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ആയിരിക്കും. പാൻ നമ്പർ എൻ്റർ ചെയ്യുക. ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആധാർ കാർഡിൻ്റെ ഫ്രണ്ട്, അപ്പോൾ നമ്മൾ ക്യാമറയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡും കൊടുക്കുക, അതുപോലെ ബാക്ക് സൈഡും കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈസിയർ കറണ്ട് ആധാർ കാർഡാണ് നമ്മുടെ കറണ്ടിൻ്റെ സെയിം അഡ്രസ് ആണോ എന്ന് ചോദിക്കും, അത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം 2 റെഫറൻസ് കോൺടാക്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഏത് അക്കൗണ്ടിലേക്കാണ് പൈസ ക്രെഡിറ്റ് ആവേണ്ടത് ആ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം അവർ നമ്മുടെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, അപ്പോൾ എനിക്കിവിടെ 1500 രൂപയാണ് അപ്രൂവ് ആയിട്ടുള്ളത്. ഡിസ്ബേഴ്സ് ആവുന്ന എമൗണ്ട് 1215 ഇനി നമ്മൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 30 ദിവസത്തേക്ക് 3000 രൂപ അപ്രൂവൽ ആയിട്ടുണ്ട്. അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് കൊടുത്താലാണ് എനിക്ക് 3000 രൂപ അപ്രൂവൽ ആവുന്നത്. അതല്ലെങ്കിൽ 1500 രൂപ. ഡിസ്ബേഴ്സ് ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1215 രൂപയാണ്. മറ്റ് 7 ഡേ ലോൺ ആപ്പിനെ പോലെയല്ല, അത്യാവശ്യം എമൗണ്ടൊക്കെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. ഏകദേശം 107 രൂപ GST വരും, പ്രോസസ്സിംഗ് ചാർജ് വരും, ഡോക്യുമെൻറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ടേ പിടിക്കുന്നുള്ളൂ. ഓക്കെ, 15 ദിവസമാണ് തിരിച്ചടവ് കാലാവധി. നമുക്ക് ആ എമൗണ്ട് വേണമെങ്കിൽ 15 ദിവസം ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ വളരെ എമർജൻസി ആണെങ്കിൽ മാത്രം ഒക്കെ അപ്ലൈ ചെയ്യുക. കാരണം ഒരു എമർജൻസി പർപ്പസിന് മാത്രം യൂസ് ചെയ്യാവുന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. മറ്റ് മികച്ച ലോൺ ആപ്പുകളായിട്ടുള്ള മറ്റ് ആപ്പുകളിൽ നിന്നും ലോൺ കിട്ടാത്തൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് കുറച്ച് പണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷനിൽ. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത്, കാരണം ഈ ഒരു ആപ്ലിക്കേഷന് ഹിഡൻ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയില്ല. ലെൻഡറൊക്കെ RBI ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണെങ്കിൽ പോലും എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. സോ നിങ്ങളുടെ റിസ്കിൽ മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഒക്കെ ഒരു 7 ഡേ ലോൺ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് പോലെയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ റിസ്കിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.